ദ സൈക്കോളജി ഓഫ് മണി, മോർഗൻ ഹൗസൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരേ ശമ്പളം വാങ്ങുന്ന ഒരേ പ്രായമുള്ള രണ്ടാളുകളിൽ ഒരാൾ സമ്പന്നനും മറ്റേയാൾ ദരിദ്രനുമാകുന്നത് എന്തുകൊണ്ടാണെന്ന്? സാമ്പത്തിക വിജയമെന്നത് നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നതിനെ ആശ്രയിച്ചല്ല, മറിച്ച് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്ന് മോർഗൻ ഹൗസൽ ഈ പുസ്തകത്തിലൂടെ നമ്മോട് പറയുന്നു. ഫിനാൻസ് എന്നത് ഒരു ശാസ്ത്രമാണെന്ന് നമ്മളെ പഠിപ്പിച്ചു. കണക്കുകൾ, ഫോർമുലകൾ, സ്പ്രെഡ്ഷീറ്റുകൾ. എന്നാൽ യഥാർത്ഥ ലോകത്ത് പണം എന്നത് മനുഷ്യവികാരങ്ങളുടെയും അഹങ്കാരത്തിന്റെയും ഭയത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും കളിസ്ഥലമാണ്. നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ രൂപപ്പെടുന്നത് നിങ്ങളുടെ ബാല്യകാല അനുഭവങ്ങളിൽ നിന്നാണ്. 1970കളിലെ കടുത്ത പണപ്പെരുപ്പം കണ്ട് വളർന്ന ഒരാൾ ഓഹരി വിപണിയിൽ ഒരിക്കലും വിശ്വസിക്കില്ല. 1990കളിലെ IT കുതിപ്പ് കണ്ട് വളർന്ന ഒരാൾ റിസ്ക് എടുക്കാൻ മടിക്കില്ല. ഓരോ മനുഷ്യനും പണത്തെ കാണുന്നത് അവരവരുടെ അനുഭവങ്ങളുടെ കണ്ണാടിയിലൂടെയാണ്. ഇത് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് ആളുകൾ അയുക്തികമായി തോന്നുന്ന സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ വിലയിരുത്തുക എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകനായ വാറൻ ബഫറ്റിന്റെ കഥയെടുക്കുക. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ഉണ്ടായത് അദ്ദേഹത്തിന് 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. 65 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ഉണ്ടായതെന്നത് ഒന്ന് ആലോചിക്കുക. ഇതിന്റെ രഹസ്യം എന്താണ്? അത് സമയമാണ്. കോമ്പൗണ്ടിങ്ങിന്റെ മാന്ത്രികത. ബഫറ്റ് 10ാം വയസ്സിൽ നിക്ഷേപം തുടങ്ങി. ഇന്ന് അദ്ദേഹത്തിന് 90-ലധികം വയസ്സുണ്ട്. 80 വർഷത്തിലേറെയായി അദ്ദേഹം നിക്ഷേപം നടത്തുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പ്രധാന രഹസ്യം. അദ്ദേഹം ഒരു മികച്ച നിക്ഷേപകനായിരുന്നു, അത് സത്യം തന്നെ. പക്ഷെ അതിലും പ്രധാനം, അദ്ദേഹം ചെറുപ്പം മുതലേ നിക്ഷേപം തുടങ്ങി വളരെ കാലം ജീവിച്ചു എന്നതാണ്. ഇതാണ് ടൈം ഹൊറൈസൺ. നിങ്ങൾ നിക്ഷേപം തുടങ്ങാൻ വൈകുമ്പോൾ ടൈം ഹൊറൈസൺ കുറയുന്നു. നിങ്ങൾക്ക് ഉയർന്ന റിട്ടേൺ നിരക്ക് ആവശ്യമായി വരുന്നു. ഉയർന്ന റിട്ടേൺ നിരക്കിനു വേണ്ടിയുള്ള ശ്രമം ഉയർന്ന റിസ്കിലേക്ക് നയിക്കുന്നു. ഉയർന്ന റിസ്ക് നിങ്ങളുടെ മൂലധനം നശിപ്പിക്കുന്നു. ഇതൊരു വിഷമചക്രമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം നേരത്തെ തുടങ്ങുക, സ്ഥിരതയോടെ തുടരുക, സമയം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നതാണ്. ഒരു ചെറിയ തുക പോലും ദീർഘകാലം നിക്ഷേപിച്ചാൽ ഒരു വലിയ തുകയായി മാറും. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ 8ാമത്തെ അത്ഭുതം. സാമ്പത്തിക ജീവിതത്തിൽ പര്യാപ്തമെന്നതിന് ഒരർത്ഥമുണ്ട്. ഇനി മതി എന്ന് പറയാനുള്ള കഴിവില്ലായ്മയാണ് പല സമ്പന്നരെയും നശിപ്പിച്ചത്. നിങ്ങൾ ഒരിക്കലും സംതൃപ്തനാകുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര സമ്പാദിച്ചാലും നിങ്ങൾ ഒരിക്കലും സുരക്ഷിതനാകില്ല. കാരണം സംതൃപ്തിയുടെ അഭാവം നിങ്ങളെ അനാവശ്യ റിസ്കുകൾ എടുക്കാൻ പ്രേരിപ്പിക്കും. 1 കോടി രൂപ ഉള്ള ഒരാൾ തന്റെ അയൽക്കാരന് 2 കോടി രൂപ ഉള്ളത് കാണുമ്പോൾ തനിക്ക് 1 കോടി കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം അയാളെ നിയമവിരുദ്ധമായ കാര്യങ്ങളിലേക്കോ അമിത റിസ്കുള്ള നിക്ഷേപങ്ങളിലേക്കോ നയിച്ചേക്കാം. ഒടുവിൽ കയ്യിലുള്ള 1 കോടി കൂടി നഷ്ടപ്പെടുന്നു. ഇതാണ് അത്യാഗ്രഹത്തിന്റെ ദുരന്തം. നിങ്ങൾക്ക് എത്ര പണം മതിയെന്ന് നിശ്ചയിക്കുക. ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിർത്തുക. നിങ്ങളുടെ ലക്ഷ്യം മാറ്റരുത്. കളി തുടരാനുള്ള പ്രലോഭനത്തെ ചെറുക്കുക. ഇതാണ് യഥാർത്ഥ സാമ്പത്തിക ബുദ്ധി. പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പണം നിലനിർത്തുക എന്നത്. നിക്ഷേപത്തിന്റെ ലോകത്ത് വാൽ എന്നൊരാശയമുണ്ട്. ടെയിൽ ഇവന്റ്സ്. വിജയത്തിന്റെ ഭൂരിഭാഗവും വരുന്നത് വളരെ കുറച്ച് തീരുമാനങ്ങളിൽ നിന്നാണ്. നിങ്ങൾ ചെയ്യുന്ന മിക്ക നിക്ഷേപങ്ങളും ശരാശരിയോ അതിൽ താഴെയോ ആയിരിക്കും. എന്നാൽ അതിൽ 2-3 എണ്ണം അസാധാരണമായ വിജയം നേടും. ആ ചെറിയ എണ്ണം നിക്ഷേപങ്ങളാണ് നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോയുടെ വളർച്ചയുടെ ഭൂരിഭാഗവും സൃഷ്ടിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഓരോ നിക്ഷേപത്തിലും വിജയിക്കണമെന്ന നിർബന്ധമില്ലാതാകും. നഷ്ടം സംഭവിക്കുന്നത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതിനെ വ്യക്തിപരമായി എടുക്കരുത്. വിജയിക്കുന്ന ആ 2 നിക്ഷേപങ്ങൾ നിങ്ങളുടെ എല്ലാ തെറ്റുകളെയും മറികടക്കും. ഒരു ഉദാഹരണം പറയാം. ആമസോണിന്റെയോ ആപ്പിളിന്റെയോ ഓഹരികൾ 20 വർഷം മുമ്പ് വാങ്ങിയ ഒരാൾ മറ്റ് 50 കമ്പനികളിൽ നഷ്ടം വന്നാലും അയാൾ ഇന്ന് കോടീശ്വരനാണ്. അതിനാൽ വൈവിധ്യവൽക്കരണം നടത്തുക, ദീർഘകാലം പിടിച്ചിരിക്കുക, വിജയികളെ നേരത്തെ വിൽക്കാതിരിക്കുക. ഇതാണ് നിക്ഷേപത്തിന്റെ ടെയിൽ ഇവന്റ് സ്ട്രാറ്റജി. പണത്തിന്റെ ഏറ്റവും വലിയ മൂല്യം എന്താണെന്നറിയാമോ? അത് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്കിഷ്ടമുള്ളത് എപ്പോൾ വേണമെങ്കിലും ആരോടും ഉത്തരം പറയാതെ ചെയ്യാനുള്ള കഴിവ്. രാവിലെ അലാറം കേട്ട് എഴുന്നേൽക്കേണ്ടി വരാത്ത സ്വാതന്ത്ര്യം. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു ബോസിന്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരാത്ത സ്വാതന്ത്ര്യം. നിങ്ങളുടെ സമയം നിങ്ങളുടെ സ്വന്തം നിയന്ത്രണത്തിലായിരിക്കുന്നതിനേക്കാൾ വലിയ സമ്പത്ത് ഈ ലോകത്തില്ല. മിക്ക ആളുകളും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് മറ്റുള്ളവരുടെ ബഹുമാനം നേടാനാണ്. എന്നാൽ മറ്റുള്ളവർ ആ വസ്തുക്കളെ നോക്കി നിങ്ങളെ ബഹുമാനിക്കുന്നില്ല. അവർ ആ വസ്തുവിനെ നോക്കി സ്വയം സങ്കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ പുതിയ BMW കാറിനെ നോക്കി ഒരാൾ ചിന്തിക്കുന്നത്, ഈ കാർ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര മിടുക്കനായി കാണപ്പെടും എന്നാണ്. അയാൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നേയില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പണം ചെലവഴിക്കുന്നത് നിങ്ങൾ നിർത്തും. പകരം നിങ്ങളുടെ സ്വാതന്ത്ര്യം വാങ്ങാൻ പണം ഉപയോഗിക്കും. ഇത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തിരിച്ചറിവാണ്. സമ്പത്ത് എന്നത് കാണാത്ത പണമാണ്. നിങ്ങൾ കാണുന്ന ആഡംബരങ്ങൾ,
അവ ചെലവഴിച്ച പണത്തിന്റെ തെളിവാണ്, കൈവശമുള്ള പണത്തിന്റെ തെളിവല്ല. 1,00,000 രൂപയുടെ കാർ വാങ്ങുമ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് 1,00,000 രൂപ കുറയുകയാണ്. എന്നാൽ ലോകം കാണുന്നത് നിങ്ങൾ 1,00,000 രൂപ ചെലവഴിച്ചു എന്നതാണ്. യഥാർത്ഥ ധനികർ അവരുടെ സമ്പത്ത് മറച്ചുവെക്കുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും കാണാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് അവർ ധനികരായി തുടരുന്നത്. സമ്പത്ത് കാണിക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ സമ്പത്ത് നശിപ്പിക്കാനുള്ള ഏറ്റവും വേഗമേറിയ വഴിയാണ്. നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ ഭാവി കൊള്ളയടിക്കുന്നു. ഈ മാനസികാവസ്ഥ മാറ്റുക. നിങ്ങൾ സമ്പന്നനാണെന്ന് ലോകത്തോട് തെളിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് തന്നെ തെളിയിക്കുക. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനമാകട്ടെ, നിങ്ങളുടെ കാറിന്റെ ലോഗോയല്ല. സാമ്പത്തിക പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം? ഒരു കാര്യം ഉറപ്പാണ്, പ്രതിസന്ധികൾ വരും. ഓഹരി വിപണി ഇടിയും, ജോലി നഷ്ടപ്പെടും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ഇത് അസാധാരണമായ സംഭവങ്ങളല്ല, മറിച്ച് ജീവിതത്തിന്റെ സാധാരണ ഭാഗമാണ്. എന്നാൽ മിക്ക ആളുകളും ഇതിനായി തയ്യാറെടുക്കുന്നില്ല. അവർ എപ്പോഴും ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുന്നു. സാമ്പത്തിക ആസൂത്രണത്തിൽ എപ്പോഴും ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി വയ്ക്കുക. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുക. നിങ്ങളുടെ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ 10 ആണെങ്കിൽ 5 മാത്രം കിട്ടിയാൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ആസൂത്രണം ചെയ്യുക. നിങ്ങൾക്ക് 6 മാസത്തെ ചെലവിനുള്ള എമർജൻസി ഫണ്ട് വേണമെന്ന് കരുതുന്നുവെങ്കിൽ 12 മാസത്തേക്കുള്ളത് കരുതിവെക്കുക. ഈ അധിക സുരക്ഷിതത്വമാണ് യഥാർത്ഥ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ രക്ഷിക്കുന്നത്. അത് നിങ്ങൾക്ക് രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന മനസ്സമാധാനം നൽകുന്നു. മനസ്സമാധാനം ഏത് ഉയർന്ന റിട്ടേണിനേക്കാളും വിലപ്പെട്ടതാണ്. ചരിത്രം പഠിക്കുക, പക്ഷേ അത് ആവർത്തിക്കുമെന്ന് കരുതരുത്. ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. 2008 സാമ്പത്തിക പ്രതിസന്ധി ആവർത്തിക്കില്ല. അടുത്ത പ്രതിസന്ധി തികച്ചും വ്യത്യസ്തമായിരിക്കും. നിക്ഷേപകർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് കഴിഞ്ഞ യുദ്ധത്തിനാണ് അവർ തയ്യാറെടുക്കുന്നത് എന്നതാണ്. കഴിഞ്ഞ തവണ റിയൽ എസ്റ്റേറ്റ് തകർന്നതുകൊണ്ട് ഇത്തവണയും അത് തകരുമെന്ന് കരുതി നിക്ഷേപിക്കുന്നത് മണ്ടത്തരമാണ്. അടുത്ത തകർച്ച വരുന്നത് മറ്റെവിടെ നിന്നെങ്കിലുമായിരിക്കും. ഈ അനിശ്ചിതത്വത്തെ ആശ്ലേഷിക്കുക. ഭാവി പ്രവചിക്കാൻ കഴിയില്ലെന്ന് അംഗീകരിക്കുക. ഇത് നിങ്ങളെ വിനയാന്വിതനാക്കും. വിനയമാണ് നിക്ഷേപത്തിൽ ഏറ്റവും വലിയ ഗുണം. അഹങ്കാരം നിങ്ങളെ നശിപ്പിക്കും. മാർക്കറ്റ് എന്നും നിങ്ങളെക്കാൾ ഒരു പടി മുന്നിലായിരിക്കും. അതിനെ മറികടക്കാൻ ശ്രമിക്കാതെ അതിനൊപ്പം സഞ്ചരിക്കാൻ പഠിക്കുക. ചുരുക്കത്തിൽ, പണത്തിന്റെ മനഃശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ലാളിത്യത്തിന്റെ മഹത്വമാണ്. സങ്കീർണമായ നിക്ഷേപ തന്ത്രങ്ങൾ ആവശ്യമില്ല. കുറഞ്ഞ ചെലവുള്ള ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കുക. സ്ഥിരതയോടെ തുടരുക. സമയം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കുക. മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. നിങ്ങളുടെ സ്വന്തം പര്യാപ്തം എന്താണെന്ന് നിർവചിക്കുക. ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുക. കാരണം അവസാനം നിങ്ങളുടെ ശവപ്പെട്ടിയിൽ പണം നിറയ്ക്കാനല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, ഇവയാണ് യഥാർത്ഥ സമ്പത്ത്. പണം അതിനുള്ള ഒരു ഉപാധി മാത്രമാണ്, ലക്ഷ്യമല്ല. ഈ ലളിതമായ സത്യം മനസ്സിലാക്കുന്നവർ ജീവിതത്തിൽ വിജയിക്കുന്നു. മനസ്സിലാക്കാത്തവർ എത്ര സമ്പാദിച്ചാലും ദരിദ്രരായി തുടരുന്നു. നിങ്ങൾ ഏത് ഗണത്തിലാണ്? ആ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്.